സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ബോധമുള്ള ഒരു വ്യക്തിക്കോ ദയവ് ചെയ്ത് CPR നൽകരുത്. ഇങ്ങനെ 2 സൈക്കിൾ CPR നൽകിയതിനു ശേഷം പൾസ് ഒന്നും കൂടെ ചെക്ക് ചെയ്യേണ്ടതാണ്. എന്നിട്ടും പൾസ് ഇല്ലെങ്കിൽ ഹാൻഡ്സ് ഓൺലി CPR ആംബുലൻസ് എത്തുന്നത് വരെ കണ്ടിന്യൂ ചെയ്യുക. ഇനി നിങ്ങൾ ട്രെയിൻഡ് ആയ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് 30:2 എന്ന റേഷ്യോയിൽ ചെസ്റ്റ് കംപ്രഷനും 30 ചെസ്റ്റ് കംപ്രഷനും 2 റെസ്ക്യൂ ബ്രത്തും കൊടുക്കാവുന്നതാണ്. ഹെഡ് ടിൽറ്റ്, ചിൻ ലിഫ്റ്റ് ടെക്നിക്ക് ഉപയോഗിച്ച് വേണം ഒരു സെക്കൻഡ് ദൈർഘ്യമുള്ള 2 ശ്വാസം നൽകി നിങ്ങൾക്ക് റെസ്ക്യൂ ബ്രത്ത് നൽകാവുന്നതാണ്. ഈ റെസ്ക്യൂ ബ്രത്ത് നൽകാൻ നിങ്ങൾ ട്രെയിൻഡ് അല്ലെങ്കിൽ ഹാൻഡ്സ് ഓൺലി CPR മാത്രം നൽകി ആംബുലൻസ് വരെ അല്ലെങ്കിൽ അടുത്തുള്ള ആശുപത്രി വരെ രോഗിയെ എത്തിക്കുക. 1 വയസ്സിന് മുകളിലുള്ള ആർക്കും ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് CPR നൽകാവുന്നതാണ്. 1 വയസ്സിന് മേലെയുള്ള ചെറിയ കുട്ടികൾക്ക് ഒരു കൈ മാത്രം ഉപയോഗിച്ചും CPR നൽകാം. ഇനി 1 വയസ്സിന് താഴെയാണെങ്കിൽ 2 വിരലുകൾ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് വേണം CPR നൽകാൻ. ഈ ഒരു ചെറിയ അറിവ് ചിലപ്പോൾ ഒരാളുടെ ജീവൻ രക്ഷിച്ചേക്കാം. ഇനി നിങ്ങളുടെ മുന്നിൽ വെച്ച് ആരെങ്കിലും കുഴഞ്ഞു വീണാൽ പരിഭ്രാന്തരാകാതെ അവരെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക. ഇനി ഒരു കാര്യം കൂടെ, സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ബോധമുള്ള ഒരു വ്യക്തിക്കോ ദയവ് ചെയ്ത് CPR നൽകരുത്.